മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര പിടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമൂന്നുള്ളത് വേറെ ആളുകളുണ്ട്. ആദ്യമേ ഞാൻ പറയാം, സുമതിയോളവിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പുള്ളിനെ. പക്ഷെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു, വിഷ്ണുവിനെ വെച്ച് പടം ചെയ്യുമെന്ന് പറഞ്ഞു. വിഷ്ണുവിന് സംവിധാനം അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്. ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിരുന്നത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്. അവരെ വിളിച്ചു വെച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ വിളിച്ചു കൊടുക്കുകയും, അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് അസൂയയുടെ പുറത്തുള്ളതാണെന്നും മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു. ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളെ കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യുന്നത് പറഞ്ഞിട്ട്. ആ പേര് ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശേഷങ്ങനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണിമൂന്നൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണിമൂന്നൻ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. അവരുടെ വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര പിടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമൂന്നുള്ളത് വേറെ ആളുകളുണ്ട്. ഉണ്ണിമൂന്നിന്റെ വിഷയം ഞാൻ ക്ലിയർ പറയാം. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചു നേരം വിഷ്ണു പറയാമെന്ന വിഷയം അത്. വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പൂജ നടന്നിരുന്നു, ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, നമ്മുടെ ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാള് കാരണം എന്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി. അതിന് തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ 1 ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ആണ്, ആന്റോ ചേട്ടനും വേണു ചേട്ടനും, അതിൽ 1 ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണു ചേട്ടനെയാണ് പറയുന്നത് വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ പുറത്തു വന്ന 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും വിടിഞ്ഞാന്നുമാണ് ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? അതിന് 1 മാസം മുന്നേ വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്, കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ് നിങ്ങളത് പറയാനുള്ളത്. ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വിഷ്ണുവിനെ എനിക്ക് പണി അറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ കുഴിയിൽ ചാടിക്കുന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂസ് ഒക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസേഴ്സ്, ആന്റോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തേക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, ആന്റോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുകയും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നാണ് ആന്റോ ചേട്ടൻ. ആന്റോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇതേപോലുള്ള സിനിമ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അനാവശ്യമായി സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നു. നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആന്റോ ചേട്ടനെയാണ് എനിക്കൊന്നും അറിയുന്നത്, വേണു ചേട്ടനൊക്കെ അറിയില്ല. വേണു ചേട്ടൻ അതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്ക് കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു എഴുത്തുകാരന്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് റേസ് ഹിന്ദിയിൽ വീനസ് എന്നൊരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അവരത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അതിന്റെ തെലുങ്ക് പോയി, കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ, എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആന്റോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും, നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്, അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തപ്പോൾ വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റി നിർത്തിയ ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണിമൂന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞു ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു.
അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വേറെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോയി ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ പോയി പറയുകയാണ്, എനിക്ക് മാളികപ്പുറം 100 കോടി കിട്ടിയില്ല, 75 കോടി കിട്ടിയുള്ളൂ.